ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ലെനോവോ ഐഡിയാപാഡ് ഗെയിമിംഗ് 3 എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ ലെനോവോ ഐഡിയാപാഡ് ഗെയിമിംഗ് 3 എന്ന് പറയുന്ന ലാപ്ടോപ്പ്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ലാപ്ടോപ്പിന്റെ കളറ് ഓണിക്സ് ബ്ലാക്ക് എന്ന് പറയുന്നതാണ് അറിയപ്പെടുന്നത്. ഈ മോഡല് ഇന്ത്യയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ലാപ്ടോപ്പിന് ഒരു ബ്ലൂ വേരിയന്റും ഉണ്ട്, പിന്നെ ഇന്റൽ പ്രൊസസ്സർ വെച്ചുള്ള വേരിയന്റും ഉണ്ട്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പ് ഒന്ന് ഓൺ ആക്കി നോക്കാം. പിന്നെ ഈ ലാപ്ടോപ്പിന്റെ കീബോർഡിൽ ബ്ലൂ ലൈറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലാപ്ടോപ്പിന്റെ സ്ക്രീനൊക്കെ ഓണായി വന്നിട്ടുണ്ട്. ഈ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ തന്നെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ബ്ലൂ ബാക്ക് ലൈറ്റ് ആണ്. അത് കാണാൻ തന്നെ അടിപൊളിയാണ്. ഈ ലൈറ്റാണ് ഈ ലാപ്ടോപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് നൽകുന്നത്. ഈ ലാപ്ടോപ്പിന് ഡെഡിക്കേറ്റ് ആയിട്ടൊരു മീഡിയ കൺട്രോള് നൽകിയിട്ടുണ്ട്. ഈ ലാപ്ടോപ്പിന്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു എയർ വെന്റും പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും കോർണറിൽ 2 സ്പീക്കറും നൽകിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. LED ഡിസ്പ്ലേ ആണ് ഈ ലാപ്ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. ഈ ലാപ്ടോപ്പിന്റെ റൈറ്റ് സൈഡിൽ ഓപ്പണിങ്ങിന്റെ അവിടെയും കീബോർഡിന്റെ റൈറ്റ് സൈഡിലായിട്ടും ലെനോവ എന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ലാപ്ടോപ്പിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ ചാർജിങ് പോർട്ടും രണ്ടാമതായി ലാൻ പോർട്ടും പിന്നെ HDMI പോർട്ടും ഒരു USB പോർട്ടും ഒരു C ടൈപ്പ് പോർട്ടും ഒരു ഓക്സ് പോർട്ടും പിന്നെ ഇൻഡിക്കേഷൻ ലൈറ്റും ആണ്. റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു USB പോർട്ടും പിന്നെ ഒരു എയർ വെന്റും ആണുള്ളത്. ഈ ലാപ്ടോപ്പിന്റെ മെയിൻ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 8GB റാം വേരിയന്റ് ഉണ്ട്, പിന്നെ 1GB HDDയും പിന്നെ 256GB SSD ഉണ്ട്. ഈ ലാപ്ടോപ്പിന്റെ ബാക്ക് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ തന്നെ വിൻഡോസ് ഹോമിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഈ ലാപ്ടോപ്പ് മൾട്ടി ടാസ്കിങ്ങും ഗെയിമിങ്ങിനും വേണ്ടി ഉള്ള ലാപ്ടോപ്പാണ്. MS ഓഫീസ് ഇത് ഇൻസ്റ്റാൾഡ് ആക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മളത് ക്യാഷ് കൊടുത്താൽ മാത്രമേ അത് ഉപയോഗിക്കാം, അതിൻ്റെ പ്രീമിയം
ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ലാപ്ടോപ്പിന് ഇൻബിൽഡ് ആയിട്ട് തന്നെ മൈക്ക് ഉള്ളതാണ്. ഈ ലാപ്ടോപ്പിന്റെ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വെർഷൻ ആണ് നൽകിയിരിക്കുന്നത്. ഈ ലാപ്ടോപ്പിന്റെ വെയിറ്റ് 2.2 കിലോഗ്രാം ആണ്. പിന്നെ ഇതിന് ഡിസ്ക് ഡ്രൈവ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ലാപ്ടോപ്പിൽ മൾട്ടി ടച്ച് മൗസ് പാഡ് ആണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ 1 ഇയർ വാറന്റിയാണ് കിട്ടുന്നത്. അത് മാനുഫാക്ചർ ഡിഫക്റ്റ് ഉള്ളതാണ് വാറന്റി പെടുന്നത്. പിന്നെ ഫിസിക്കൽ ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് വാറന്റി പെടുകയില്ല. പിന്നെ ഈ ലാപ്ടോപ്പിന്റെ ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ലിയോൺ പോളിമർ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. റാപ്പിഡ് ചാർജ് സപ്പോർട്ടും ഈ ലാപ്ടോപ്പിനുണ്ട്. 80% ആകാൻ 60 മിനിറ്റ് സമയം മതി. ഈ ലാപ്ടോപ്പിന്റെ പവർ അഡാപ്റ്റർ 135 വാട്ടാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഈ ലാപ്ടോപ്പിന്റെ ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിൽ GeForce GTX 1650 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. പിന്നെ GPU ഗ്രാഫിക്സ് കാർഡ് AMDയുടെ തന്നെ റേഡിയോൺ ഗ്രാഫിക്സ് ആണ്. പിന്നെ Ryzen 5 Hexa കോറിലാണ് ഇതിന്റെ പ്രൊസസ്സർ വരുന്നത്. Ryzen 5 4000 സീരീസിലാണ് ഈ പ്രൊസസ്സർ വരുന്നത്. ഈ ലാപ്ടോപ്പിന്റെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് മെമ്മറി കപ്പാസിറ്റി 4GB ആണ്. പ്രൊസസ്സറിന്റെ വേരിയന്റ് 4600H എന്നാണ് അറിയപ്പെടുന്നത്. ക്ലോക്ക് സ്പീഡ് 3 GHz ആണ്. ടെർബോ ബൂസ്റ്റ് 4 GHz ആണ്. മെമ്മറി സ്ലോട്ട് 2 ആണ്. 16 GB എക്സ്പാൻഡബിൾ മെമ്മറി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 11 MB ക്യാഷ് ഉണ്ട്. RPM 5400 ഉണ്ട്. കോർസ് 6 ആണുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം 64 ബിറ്റിലാണ് വരുന്നത്. സാറ്റ ഹാർഡ്വെയർ ഇന്റർഫേസ് ആണ് ഈ ലാപ്ടോപ്പിന് വരുന്നത്. ഇതിന്റെ ഇന്റേണൽ മൈക്ക് വരുന്നത് ഡുവൽ അറേ മൈക്രോഫോൺ ആണ്. ഇതിന്റെ സെക്യൂരിറ്റി ചിപ്പ് TPM 2.0 ആണ്. ഇതിന്റെ കമ്പനി 6.7 hours ബാറ്ററി ബാക്കപ്പ് പറയുന്നുണ്ടെങ്കിലും അത്ര ഒന്നും കിട്ടുന്നില്ല. ലാപ്ടോപ്പിന്റെ ബോക്സ് കിട്ടുന്ന ലാപ്ടോപ്പും പിന്നെ പവർ അഡാപ്റ്ററും യൂസർ ഗൈഡും പിന്നെ വാറന്റി ഡോക്യുമെന്റ്സ് ഒക്കെയാണ്. ഈ ലാപ്ടോപ്പിന്റെ വെബ് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 720p HD വെബ് ക്യാം ആണ്. പിന്നെ ഫിക്സ്ഡ് ഫോക്കസ് ഈ ക്യാമറയിൽ അവര് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിത്ത് പ്രൈവസി ഷട്ടറും ആണ് നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ സൈസ് 39.62 സെന്റിമീറ്റർ ആണ്. അതായത് 15.6 ഇഞ്ച് ആണ് വരുന്നത്. ഈ ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ സ്ക്രീൻ റെസൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 1920x1080 പിക്സൽസ് ആണ് വരുന്നത്. ഈ ലാപ്ടോപ്പിന്റെ സ്പീക്കറെ പറ്റി പറയുകയാണെങ്കിൽ ബിൽറ്റ് ഇൻ ഡുവൽ സ്പീക്കേഴ്സ് ആണ്. സൗണ്ട് പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ 1.5 വാട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ലാപ്ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. വിത്ത് ഡോൾബി ഓഡിയോ സപ്പോർട്ടും ഈ ലാപ്ടോപ്പിന് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ലാപ്ടോപ്പിൽ നിന്ന് വരുന്ന സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. പിന്നെ ഈ ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 15.6 ഫുൾ HD ഡിസ്പ്ലേ ആണ്. IPS ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് ഈ ലാപ്ടോപ്പിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 250 nits ബ്രൈറ്റ്നസ്സും ഈ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ 60 Hz റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. പിന്നെ 3 സൈഡ് നാരോ ബെസൽ നൽകിയിട്ടുണ്ട്. 24
6.9mm തിക്നെസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ലാപ്ടോപ്പിന് ക്വിറ്റ് മോഡും ബാലൻസ് മോഡും പെർഫോമൻസ് മോഡ് എന്ന് പറഞ്ഞ് 3 മോഡായിട്ട് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് മെമ്മറി ടൈപ്പ് GDDR6 ആണ് വരുന്നത്. പിന്നെ ഈ ലാപ്ടോപ്പിൽ കാർഡ് സ്ലോട്ട് നൽകിയിട്ടില്ല. പിന്നെ ഇതിന്റെ വാറണ്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓൺലൈനിൽ ലെനോവ കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അടുത്തുള്ള സർവീസ് സെന്ററിൽ പോയാലും നമുക്ക് ഇതിന്റെ സർവീസ് കിട്ടുന്നതാണ്. പിന്നെ ഇതിന്റെ റാം ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ 3200 MHz ആണ് കിട്ടുന്നത്. ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലാപ്ടോപ്പ് ഞാൻ വാങ്ങിച്ചപ്പം 60,000-നാണ് എടുത്തത്. ഇപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഫ്ലിപ്കാർട്ടിൽ ഈ ലാപ്ടോപ്പ് 64,989 രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത്. സോ ഓരോ ദിവസവും മാറാൻ ചാൻസ് ഉണ്ട്. ഡിസ്കൗണ്ട് പിന്നെ ബാങ്കിന്റെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പം ലാപ്ടോപ്പ് ഇടാനുള്ള ബാഗോ അല്ലെങ്കിൽ മൗസോ ഒന്നും കിട്ടുന്നില്ല. അത് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതായിട്ട് വരും. ഇനി 1 GB സ്റ്റോറേജും കൂടെ ഇനി ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സ്ലോട്ടും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കീബോർഡ് ട്രാവലിംഗ് ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ലോങ്ങർ ആരോ കീസും ഇതിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ ലാപ്ടോപ്പിൽ റാപ്പിഡ് ചാർജ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടി ഉണ്ട്. അത് ഓണാക്കിയിട്ടാൽ പെട്ടെന്ന് ചാർജ് കയറും. പിന്നെ ഈ ലാപ്ടോപ്പ് ഈ പ്രൈസിന് Ryzen 5 പ്രോസസ്സറും വെച്ച് നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമൊക്കെ കളിച്ച് നോക്കിയപ്പം ലാഗും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ കയറ്റി നോക്കി, അതൊക്കെ നല്ലതായിട്ട് തന്നെ വർക്ക് ആകുന്നുണ്ട്, സ്റ്റക്ക് ഒന്നും ആകുന്നില്ല. സോ ഇതൊക്കെയാണ് ലെനോവോ ഐഡിയാപാഡ് ഗെയിമിംഗ് 3യുടെ അൺബോക്സിങ്ങും കാര്യങ്ങളും. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം.